അപ്പോഴേ ഇന്ന് ഇസുവിൻ്റെ അപ്പായും ഇസുവിൻ്റെ അമ്മയും കൂടി ഒന്ന് പയ്യന്നൂർ വരെ പോവുകയാണ്. ഇസുവിൻ്റെ അപ്പായി ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് വിചാരിച്ചു പയ്യന്നൂർ പോയി ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തേക്കാമെന്ന്. അങ്ങനെ ഇസുവും അമ്മയും അപ്പായും കൂടി പോവുകയാണ്. ഞങ്ങൾക്ക് നീലേശ്വരത്തു നിന്ന് KSRTCക്ക് പയ്യന്നൂർ വന്നിറങ്ങി. ഇസു ബസ്സിൽ തന്നെ ഉറങ്ങിയായിരുന്നു. ബസ്സിൽ കയറിയ പിന്നെ അപ്പം ഇസു ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നിറങ്ങി അവിടെ നിന്ന് സ്റ്റുഡിയോയിലേക്ക് നടന്ന് സ്റ്റുഡിയോയിലെത്തി. ഓണമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂക്കളമൊക്കെ ഇട്ട്, ആണെന്ന് തോന്നുന്നല്ല, യെസ് ഗൈസ് ഓണമാണല്ലോ അല്ലേ. ഓണമായതുകൊണ്ട് പൂക്കളമൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. സ്റ്റുഡിയോയിലെ സ്റ്റാഫുകളൊക്കെ ഓണമായതുകൊണ്ടാണെന്ന് തോന്നുന്നു സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. പയ്യന്നൂർ സ്റ്റുഡിയോ വന്നിട്ട് ഞാൻ ഇതുവരെ വന്നിട്ടുമില്ലായിരുന്നു, കണ്ടിട്ടുമില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു പയ്യന്നൂർ സ്റ്റുഡിയോയിലൊന്ന് വരണമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് എൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റിയ ഡ്രസ്സസ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടും എനിക്കിഷ്ടപ്പെടാഞ്ഞതുകൊണ്ടും ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ ഇസുവിന് നോക്കി. അങ്ങനെ ഈ 2 ടോപ്പും ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് എടുത്ത് നേരെ ബില്ലടിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോയത്. പയ്യന്നൂർ സ്റ്റീക്ക് ഹൗസ് ഇല്ലേ, അവിടെ പോയി ഞാനും പലപ്പോഴും അപ്പായും കൂടി ഓരോ മട്ടൺ മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത്ര കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.